Lisha, Dinesh and Sudhi. Please join us. Okay. ബഹുമാന്യനായ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണപിള്ളൻ ഈ വർഷത്തെ ഓണാഘോഷം എന്ന് പറയുന്ന ഒരു വൈബ്രന്റ് ആയിട്ടുള്ള MC മൈക്ക് ചെയ്യുവാനാണ് അണ്ണന്റെ പുറകെ ഞാൻ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു, വെൽക്കം. ഒരു നനച്ച കൈ കൊടുത്തല്ലേ, അടിപൊളി, സന്തോഷം. സ്ഥിരമായിട്ട് ബഹ്റിനിൽ എനിക്കൊരു വേദി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ബോബനും മോളിയിലെ പട്ടി എന്നാണ്. കാരണം എല്ലാ ഫ്രെയിമിലും ബോബനും മോളിയും എന്ന ചോംസ് വരച്ച കാർട്ടൂണിൻ്റെ എല്ലാ ഫ്രെയിമിലും ചുങ്കൻ എന്ന് പറയുന്ന ഈ പട്ടി ഉണ്ടാവും. അപ്പോൾ ബഹ്റിൻ കേരളീയ സമാജം പലഹാരമേള, ആദ്യം പലഹാരമേളയായിരുന്നു, ഇപ്പം മഹാരുചിമേളയായി. ഈ യാത്രയിലുടനീളം ഞാനുണ്ടായിരുന്നു. ഇന്നും എത്താനുള്ള ഭാഗ്യം കിട്ടി, ആരോഗ്യം കിട്ടി. അപ്പോൾ അതിലുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ബഹ്റിൻ കേരളീയ സമാജം, എനിക്ക് തോന്നുന്നില്ല ഇത്രയും രുചി വൈവിധ്യങ്ങളുമായിട്ട് കേരളത്തിൽ ഇങ്ങനൊരു മേള നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് മാത്രമല്ല, ഓണം അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ മഹാബലി പാതാളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം ബഹ്റിലേക്ക് ആണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും വലിയ ആഘോഷം നടക്കുന്നത് ബഹ്റിൻ കേരളീയ സമാജത്തിലാണ്. കേരളത്തിൽ പോലും ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി നടക്കുന്നേയില്ല. കേരളത്തിലെ ഒരു ക്ലബിലും നടക്കുന്നില്ല. സർക്കാർ ഓണാഘോഷങ്ങളിലൊന്നും ഇങ്ങനെ നടക്കുന്നില്ല. ഇത്തവണ ഗംഭീര ആഘോഷങ്ങളാണ്. ഇത്രയും എന്താ പറയുക, ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന ഇത്രയും കലാകാരന്മാരെ, ഏകദേശം 200ഓളം ആർട്ടിസ്റ്റുകളെയാണ് ഈ ഓണത്തിന് ബഹ്റിൻ കേരളീയ സമാജം നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ബഹ്റിൻ കേരളീയ സമാജത്തിനോട് ഞങ്ങൾ കലാകാരന്മാർക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇതിനേക്കാളും വലിയ സെറ്റിലായി എന്ന് വെച്ചാൽ ഇവിടുന്ന് പോയി അവരെ വിളിച്ചു കൂട്ടിയിട്ട് സ്നേഹസംഗമം എന്ന പേരിൽ കഴിഞ്ഞ ഓണക്കാലത്ത് സ്നേഹസംഗമം എന്ന പേരിൽ സമുദ്ര ഹോട്ടലിൽ വെച്ച് ഒരു പരിപാടി നടത്തുകയുണ്ടായി. അതിനകത്ത് പ്രോഗ്രാം ചെയ്യാനായിട്ട് ഞാൻ മാജിക്കിന്റെ സാധനങ്ങളൊക്കെ ആയിട്ട് മുഴുവൻ സെറ്റപ്പുമായിട്ട് പോയിട്ട് എനിക്കൊരു 5 മിനിറ്റ് പോലും അവിടെ തികച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ പോയ ആൾക്കാരുടെ കണ്ണു നിറഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നത്, ആ ഒരു വിജയം, അത് ബഹ്റിൻ പരീക്ഷയുടെ ഒപ്പം ഉണ്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കണം. തുടരട്ടെ. ലോകത്ത് എവിടെയും ചിലപ്പോൾ ചില തമിഴ് ഡിഷുകളൊക്കെ ഇതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ 6 മലയാളിക്ക് 100 മലയാളം എന്ന് പറയുന്നത് പോലെ 6 മലയാളിക്ക് ഒരു 16,000 രുചികളാണ്. അപ്പൊ ആ രുചികൾ ആസ്വദിക്കാനുള്ള ഏറ്റവും സുവർണ്ണ അവസരം എന്ന് പറയുന്നത് ബഹ്റിൻ കേരളീയ സമാജത്തിലാണ്. അത് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ ഇവിടുന്ന് കഴിക്കാൻ പറ്റും. ഞാൻ എല്ലാ വർഷവും അത് കഴിച്ചു നോക്കുന്ന ആളാണ്. ഇത്രയധികം ആൾക്കാർ സമാജത്തിലേക്ക് ഈ സമയത്ത് എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഇത് ഹോട്ടലിലെ ഭക്ഷണം വിളമ്പുന്നതല്ല, ഇത് എല്ലാം ഇതിന് വേണ്ടി മാത്രം പല സംഘടനകൾ അല്ലെങ്കിൽ ചില കൂട്ടായ്മകൾ വിളമ്പുന്ന ഭക്ഷണമാണ്. അപ്പോൾ അത് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. ഓരോ സ്റ്റാളുകളിലും എന്തൊക്കെയാണുള്ളത് ആസ്വദിച്ച് കഴിക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം ഞാൻ കേട്ടൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഴംപൊരി എല്ലാ സ്ഥലത്തും നിന്ന് കഴിച്ചിട്ടുണ്ട്. എന്ന സമയത്ത് കേട്ടതാണ് പഴംപൊരി, അതുപോലെ മാമ്പഴം വെച്ചിട്ടുള്ള പഴംപൊരി ഇവിടെ കിട്ടുവാണെന്ന് പറഞ്ഞു. ആ മാങ്ങ വെച്ചിട്ടുള്ള പഴംപൊരി അതിനോടൊപ്പം നല്ല ബീഫ് കറിയും കിട്ടുമെന്ന് പറഞ്ഞു.
എന്നോടൊപ്പം കഴിക്കാൻ കൂടുന്നവർക്ക് കൂടാം ഈ സ്റ്റാളുകളിൽ എന്തൊക്കെയുണ്ടെന്നുള്ള വിശദ വിവരങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോകാം. വന്നിരിക്കുന്നത് എത്ര പിടി? 5000 ആണ് പറയുന്നത്. 5000 പിടി അത് കൂടുതലുണ്ടെന്ന് പറയുന്നു. ഉറപ്പാണല്ലേ ഇതൊക്കെ ഇവിടെ കാണാനല്ലേ? അതെ, ഇത് പച്ചക്ക് പട്ടിണിയാണ്. പട്ടിണി ഇരുന്നിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് സദ്യ ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചാണ് സദ്യ ഉണ്ടായിരുന്നു. സദ്യക്ക് എന്നെ ക്ഷണിച്ചാണ്. ഇതിന്റെ സംഭവം വേറെ ലെവലാണ്. ലോകത്ത് ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവില്ല. മെച്ചപ്പെട്ട വിളിയാണ്. അപ്പൊ ഞാൻ നല്ല വിളി എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോളുകൾ കറങ്ങാൻ പോവാണ്. എന്തൊക്കെ സാധനങ്ങളാണ് ഓരോ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ വരും കേരളീയ സമാജത്തിലെ സന്ദർശിക്കാൻ പോവാണ്. നിങ്ങൾ റെഡിയാണോ? ഇവിടെ ഓരോ സ്റ്റാളുകളിലും എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും. അപ്പൊ ഇപ്പൊ നിങ്ങളെല്ലാം നോക്കി നോക്കട്ടെ, ഏതാണ് കൂടുതൽ കച്ചവടം നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് തിന്നാം എന്നൊക്കെ ഇങ്ങനെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഏതെങ്കിലും സ്റ്റോളിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് മുന്നിൽ നിന്ന് തച്ചൻ തിന്നാന്ന് വിചാരിക്കരുത്. തള്ളി വിടും. തള്ള നമ്മൾ എടുക്കലല്ലേ. അപ്പോ നമ്മൾ എന്തായാലും ആദ്യത്തെ സ്റ്റോൾ വിസിറ്റിലേക്ക് പോവാണ്. അതിന് മുമ്പായിട്ട് 2-3 പേരെ കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഒന്നുകൂടി
ഇടിയപ്പവും അതുപോലെ പാലപ്പവും. നമ്മുടെ പ്രസിഡന്റ് ആദ്യമായിട്ട് പ്ലേസ് ചെയ്യുകയാണ്. ഈ മഹാനുജി വേളയുടെ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാന്യനായ സെക്രട്ടറി കാല് തന്നെ എടുത്തു. സെക്രട്ടറി സഹായിന്റെ കാല് തന്നെ എടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഓഫീസർ ഒന്നെടുത്ത് കൊണ്ട് 3 പേര് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തിന്നാനുള്ള തോന്നുന്നു പോയല്ലോ. എങ്ങനെയുണ്ട് എല്ലാവരും അത് വാങ്ങി കഴിക്കുക. അടിച്ചു കയറി വാ. ഹരിപ്പാടുകാരുടെ കൂട്ടായ്മയാണ്. ഹരിപ്പാടുകാരുടെ കൂട്ടായ്മ നല്ല ബെസ്റ്റ് താറാവ് മപ്പാസുണ്ട്. ആ താറാവ് മപ്പാസും നല്ല വെള്ളയപ്പം അല്ലെങ്കിൽ നല്ല ഇടിയപ്പം കൂട്ടിയിട്ട് കഴിക്കാം. അതിൻ്റെ ഗ്രേവി മതി നമുക്ക് കഴിക്കാം. അതെ, ചിക്കൻ 65 പോലെ ആക്കിയെടുത്ത ചിക്കൻ ഫ്രൈ ഉണ്ട്. ഒരു ഡിഷ് ഉണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ കിട്ടൂല. നല്ല വെളിച്ചെണ്ണ, നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന, നാട്ടിൽ നിന്ന് ചക്കിലാട്ടി കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് അതിനകത്ത് ഒഴിച്ചേക്കുന്നത്. അതിൻ്റെ ആ ഫ്ലേവർ വരുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ആ സുന്ദരിമാരോട് മഞ്ഞക്കിളികളോട് പറഞ്ഞു ഐ ലവ് യു എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യവും പാട്ടിന്റെ കൂട്ടം ഉണ്ടായിരുന്നു. പാട്ടുകാരുടെ കൂട്ടം, പാട്ടുകാരുടെ കൂട്ടായ്മ. കുട്ടികളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ അമ്പാനെ. ഓക്കെ, ഒന്ന് സൈഡം രാഗം നമ്മുടെ മ്യൂസിക് ക്ലബ്ബാണ്. ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ മ്യൂസിക് ക്ലബ്ബാണ് രാഗം എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും രാഗത്തിന്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. രണ്ട് വരിയുണ്ട്. ആ പാട്. കുറച്ച് ഗ്യാപ്പ് ഇട്ടാ കുറച്ച്. നീ വരൂ പൊന്നോട് പൂവിലി മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിലി പൊന്നോടമായി നീ വരൂ പൊന്നോട്. രാഗത്തിന്റെ സ്റ്റോളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. രാഗത്തിന്റെ സ്റ്റോളിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാട്ടിൽ പാടാൻ കഴിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഇവിടെ ഒരു പലഹാരം വാങ്ങി കഴിച്ച് ഈ റവ ലഡ്ഡു വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിച്ച് ഔട്ട് ആവാതെ പാടാൻ പറ്റും. അങ്ങനെ പിച്ച് ഔട്ട് ആവാതെ പാടാൻ പറ്റിയ ഒരുപാട് പലഹാരങ്ങളുമായി നല്ല നാടൻ ഉണ്ണിയൊപ്പവുമായി അവരുടെ സ്റ്റോളില് മയക്കില്ലാത്തവർക്ക് വേണ്ടി പാടാനായിട്ട് പ്രത്യേക തണ്ണൂർ ഐറ്റങ്ങൾ. ഒരു കാര്യം പറയാം. നല്ല മഞ്ഞക്കിളിയാണ്. മഞ്ഞക്കിളിയുടെ ചഞ്ചല ചഞ്ചൽ, അതുപോലെ മഞ്ഞ കപ്പയുണ്ട്, മഞ്ഞ പഴംപരിയുണ്ട്, മഞ്ഞ സുന്ദരിമാരുണ്ട്. അപ്പൊ വേഗം വരിക. ഈ സ്റ്റോളിന്റെ പേര് നാടൻ തട്ടുകട. തട്ടുകട. ഗോതമ്പ് കൂട്ടുണ്ട്. ഇപ്പൊ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല സാധനമാണ് ഗോതമ്പ് കൂട്ടെന്ന് പറയുന്നത്. കപ്പ, ചെണ്ടമുറിയും കപ്പ. അങ്ങനെയാണെങ്കിൽ ചെണ്ടമുറിയും കപ്പയും മുളക് ചമ്മന്തിയും കൂടെ നമുക്ക് സമാജത്തിൽ വന്നിട്ട് നമ്മൾ ചെണ്ടമുറിയും കപ്പയും അതിനോടൊപ്പം കൈകൊണ്ട് ഉടച്ചെടുത്ത മുളകും ചെറിയുള്ളിയും വെളിച്ചെണ്ണയും കൂടെ കൂട്ടിയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക. മതി, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം മതി. ഈ നൊസ്റ്റാൾജിയാണ് മലയാളികളുടെ 90s കിഡ്സിന്റെയും 80s കിഡ്സിന്റെയും 70s കിഡ്സിന്റെയും 60s കിഡ്സിന്റെയും എക്കാലത്ത് നമ്മള് കുട്ടികൾക്കൊക്കെ ഇത് വാങ്ങിക്കൊടുക്കാം.
ഞാൻ ഇത് കഴിച്ചിട്ട് ഇവരോട് പറയട്ടെ ആയില്ല. അമ്പാനെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ. അമ്പാനെ ഈ സ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഒരു മീഡിയം വിത്ത് വാച്ച് 100 ഫ്രീ ആയിട്ട് ഇവിടെ സ്നേഹനിധിയുടെ പേരെന്താണ്? സംഗീർ എന്നാണ്. സ്നേഹനിധിയാണ് എനിക്ക് ഒരു ബീഡി തന്നിരിക്കുന്നത്. നിങ്ങൾ ഐറ്റത്തിന്റെ പേര് നിധി പൊറോട്ട, കുട്ടി ചായ്, ബിബി കോമോ, അമ്പാൻ ഷവർമ. അമ്പാൻ ഷവർമ ഒരുപാട് വെറൈറ്റി ഡിഷുകൾ മാത്രം വിളമ്പുന്ന ഇതിന്റെ പേര് പഠിച്ചു വെച്ചോണ്ട് ഒന്നോട് പറഞ്ഞോ. അല്ല, ഈ ഡിഷിന്റെ പേര് ബിബിമോ. നിധി പൊറോട്ട, അമ്പാൻ ഷവർമ, കുട്ടി ചായ്, അജുവിന്റെ കടികൾ, ഷാദിൻസ് ജ്യൂസ്. എന്റെ പൊന്നോ. അപ്പൊ ഇത് ഇത്രയും നമ്മള് പാൽക്കപ്പയും കൊള്ളാണോ? മേടിച്ചോ. ആദ്യമായിട്ടാണ് ഞാൻ പൈസ. ഏറ്റവും നല്ല ഇതാണോ പാൽക്കപ്പയും ബീഫും. അങ്ങനെയാണ് ഞാൻ പിടിച്ചേക്കാം. പാൽക്കപ്പയും ബീഫും രണ്ട് മൂന്ന് സ്പൂൺ കൊടുത്തത്. പാൽക്കപ്പയും ബീഫും ഇതാ. പക്ഷെ കടയുടെ പേര് പുസ്തകം വന്നിരിക്കുന്ന എല്ലാ അമ്പാന്മാരുടെയും ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓണം സ്പോൺസർ ചെയ്ത ആളാണ്. ഇത്തവണയും സ്പോൺസർ ചെയ്യുന്നത്. അതെ, ഇത്തവണയും സ്പോൺസർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഓണം സദ്യക്ക് വേണ്ട മുഴുവൻ സ്പോൺസർ ചെയ്തതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കഴിക്കാനുള്ള എന്തെങ്കിലും അമ്മാനെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്മാനെ. പാൽക്കപ്പ് കൊടുക്കും. ഒരു സ്പൂൺ കൊടുക്കുക, നല്ല സ്പൂൺ കൊടുക്കുക. പാൽക്കപ്പയും ബീഫുമാണ്.
പൂത്തുമ്പി പെണ്ണേ പൂക്കാലം വന്നേ പൂന്തേനുണ്ടോ നീ പൂക്കാവടിയാടേണ്ടേ പൊന്നു ഞാലാടേണ്ടേ പൂങ്കാറ്റിൻ തേരേറെ വാ